ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ശക്തവും സമ്പന്നവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് യുവ നേതൃ സംവാദത്തിൽ രാജ്യത്തുടനീളമുള്ള യുവജനങ്ങളുമായി സംവദിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു. സമാനതകളില്ലാത്ത ഊർജവും ആവേശവും കൈമുതലാക്കി മുന്നേറുന്ന യുവശക്തി രാജ്യത്തിന്റെ വളർച്ചയും വികസനവും സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ഇന്ന് കേരളത്തിലെത്തും. രാത്രി 10 മണിക്ക് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം നാളെ രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ BJP സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനം ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം കേരള കൗമുദി കോൺക്ലേവിലും പങ്കെടുക്കും. ശ്രീ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ NDA നേതൃയോഗവും BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗവും ചേരും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 7 മണി മുതൽ 11:30 വരെയും നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരെ വിരുന്നിന് വിളിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലോക്ഭവനിൽ വൈകിട്ട് 4 മണിക്കാണ് ചായസൽക്കാരം. BJP ആദ്യമായി ഭരണം പിടിച്ചെടുത്ത കോർപ്പറേഷനിലെ BJP അംഗങ്ങൾക്കൊപ്പം LDF, UDF അംഗങ്ങളും വിരുന്നിൽ പങ്കെടുക്കും. ഇതാദ്യമായാണ് കൌൺസിലർമാർക്ക് ഗവർണർ സൽക്കാരം നൽകുന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ഇന്ന് വിരമിക്കും. ജസ്റ്റിസ് സൗമൻ സിന്നാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് അടക്കമുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള പ്രചാരണം ഇന്ന് സമാപിക്കും. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ചൊവ്വാഴ്ച. ശബരിമല സ്വർണം അപഹരിച്ച കേസിൽ തന്ത്രി കണ്ഠര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെത്തിച്ച തന്ത്രിയെ വിശദമായ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് സൂചന. അതേസമയം കേസിൽ തന്ത്രി രാജീവര് നൽകിയ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ശബരിമല കേസിലെ അന്വേഷണം മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് മന്ത്രി P. രാജീവ്. SIT അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് വ്യക്തമായ നിലപാടില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശബരിമല കേസിലെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. SIT അന്വേഷണം തുടരട്ടെയെന്നും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങൾ നടത്താനുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അധികാരം റദ്ദാക്കി ഹൈക്കോടതി. നിയമനത്തിനുള്ള അധികാരം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്കാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചതോടെ നിലവിലെ വിജ്ഞാപനങ്ങൾ റദ്ദാക്കി. നിയമന നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ 3-അംഗ മേൽനോട്ട സമിതിയെയും ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം അതിൽ ഉൾപ്പെടുത്താനായി 44,106 പ്രവാസികളുടെ അപേക്ഷ ലഭിച്ചു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഫോം 6 അപേക്ഷിച്ചിട്ടുള്ള 2,16,873 പേർക്ക് പുറമെയാണിത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ 2027 ഓഗസ്റ്റോടെ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ഗുരുവായൂർ ലൈൻ കുറ്റിപ്പുറം തിരൂർ വരെ നീട്ടാനായാൽ കോഴിക്കോട് ഷൊർണൂർ റൂട്ടിൽ ബദൽ പാതയാക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിലെ താറാവ്, കോഴി, കാട, മറ്റ് വളർത്തു പക്ഷികൾ എന്നിവയുടെ ഇറച്ചി, മുട്ട, ഫ്രോസൺ മീറ്റ്, മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കാഷ്ടം തുടങ്ങിയവയുടെ ഉപയോഗവും വിപണനവും 7 ദിവസത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചു. ഇന്ന് ലോക ഹിന്ദി ദിനം. ആഗോളതലത്തിൽ ഹിന്ദി ഭാഷയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 2006 നാഗ്പൂരിലാണ് ആദ്യ ലോക ഹിന്ദി സമ്മേളനം നടന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ ദൌത്യങ്ങൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനൽ മത്സരവും ഇന്ന് കൊല്ലം അഷ്ടമുടി കായലിൽ നടക്കും. ജലരാജാക്കന്മാരെ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. കൊല്ലം മേയർ AK ഹഫീസ് ഉച്ചയ്ക്ക് പതാക ഉയർത്തുന്നതോടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. കണ്ണൂർ അയ്യൻകുന്നിലെ പാലത്തുംകടവിൽ 4 പശുക്കളെ കൊന്ന കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.